ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. നമ്മൾ കാറ് മേടിച്ചിട്ട് ഏതാണ്ട് 7-8 ദിവസമായിട്ടുണ്ട്. നമ്മൾ ഇതുവരെ വണ്ടി പൂജയ്ക്കോ കാര്യങ്ങൾക്കോ ഒന്നും കൊണ്ടുപോയിട്ടില്ല. അതുമാത്രമല്ല, നമ്മൾ അമ്പലത്തിൽ പോയിട്ടും കുറേ നാളായി, ഒരുപാട് നാളായി അമ്പലത്തിലൊക്കെ പോയിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും വിചാരിച്ചു ഒന്ന് അമ്പലത്തിലൊക്കെ പോയി വണ്ടിയൊക്കെ പൂജിച്ച് ഒന്ന് വരാമെന്ന്. ഇല്ലേ ചാ? ഏതമ്പലത്തിൽ പോണത്? അച്ചൻകോവിൽ അമ്പലത്തിലാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ പോണത്. അച്ചൻകോവിൽ അമ്പലം ഇവിടുന്ന് ഏതാണ്ട് ഒരു 45 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. 2.5 മണിക്കൂറൊക്കെ ഉണ്ടോ? റോഡ് ഇച്ചിരി മോശമായതുകൊണ്ട് 2-2.5 മണിക്കൂർ അടുപ്പിച്ചെടുക്കും. കുറച്ച് ദിവസമായിട്ട് നമ്മൾ പോണമെന്ന് വെക്കുക. ഇന്ന് എന്തായാലും അമ്പലത്തിലൊക്കെ പോവാന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ മുണ്ടൊക്കെ കൊടുത്തിട്ടാണ് വന്നേക്കുന്നത്. ഇല്ലേ ചാ? എല്ലാരും ഇന്ന് വെള്ളയാണ്. ഞാൻ വെള്ള, അച്ഛൻ വെള്ള, അമ്മ വെള്ള, എല്ലാരും വെള്ള മാടപ്രാവുകളാണ് ഞങ്ങള്. അപ്പൊ ഇപ്പൊ സമയം ഏതാണ്ട് 2-2.5 അടുപ്പിച്ചായിട്ടുണ്ട്. നമ്മൾ രാവിലെ പോകണമെന്ന് വെച്ചതാ, അങ്ങോട്ട് സാധിച്ചില്ല. ഇന്നലെ ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ഉറങ്ങിയപ്പോഴത്തേന് 2-3 മണിയായി. ഇപ്പൊ രാവിലെ എണീക്കാനായിട്ട് പറ്റിയില്ല. അപ്പൊ നമ്മളിപ്പോ ഇറങ്ങാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പൊ ഇറങ്ങാം. കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനെടുത്താ? ഞാൻ ഇച്ചിരി അതൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. പറ. അമ്മ മറ്റേ ഗ്യാസ് ഒക്കെ എടുത്ത് വെള്ളം അങ്ങ് കാട്ടിന്റെ അകത്തോട്ട് പോകുമ്പോഴത്തേക്ക് വല്ല ചായ വെള്ളം കുടിക്കണമെങ്കിലോ ചൂടുവെള്ളം കുടിക്കണമെങ്കിലോ അപ്പോൾ അങ്ങോട്ട് ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. അങ്ങോട്ട് പിന്നെ കുറച്ച് കടകളും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് അമ്മ മാഗി ഉണ്ടാക്കാനുള്ള സംഭവ സെറ്റപ്പുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഗ്യാസ് മറ്റേ ഇതൊക്കെ എടുത്താ തേയില അതൊക്കെ എടുത്തിട്ടുണ്ട്, എല്ലാം എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് കാട്ടിലങ്ങ് ജീവിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അല്ല, നേരത്തെ പിന്നെ ഇറങ്ങിയ എളുപ്പം വരാം, താമസിച്ച പിന്നെ കാട്ടി കിടക്കേണ്ടി വരും. അല്ല, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഈ അമ്പലം വൈകിട്ടല്ലേ തുറക്കുന്ന? 5 മണി. നമ്മളങ്ങെത്തുമ്പോഴത്തേക്ക് 5 മണിയാവും. അപ്പൊ പിന്നെ എങ്ങനെ മാഗി ഉണ്ടാക്കും തിരിച്ചു വരുമ്പോ? അപ്പൊ ഇരുട്ടാവൂലേ? ഇരുട്ടാവുമ്പോ നോക്കാം. ബൂട്ട് സ്പേസ് അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇരിക്കും. അമ്മയും കൂടെ വേണമെങ്കിൽ കയറിയിരുന്നോ? കേറിക്കോ, കേറേ. ചുരിദാർ സൂപ്പർ കേട്ടോ, കൊള്ളാവോ? അടിപൊളി. ഒന്ന് കറങ്ങിയേ. കുപ്പിയും വെള്ളം വെച്ചിട്ട് കറങ്ങാം. അപ്പൊ നമ്മള് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അച്ഛാ, വണ്ടി എങ്ങനെയുണ്ട്? അടിപൊളി. അച്ഛൻ പിന്നെ അന്ന് ഓടിച്ചതിന് ശേഷം പിന്നെ ഇന്നലെ ഓടിയത്. എന്റെ സൗണ്ട് മാറിയല്ലേ? എന്റെ സൗണ്ട് ശരിയാവുന്നില്ല അച്ഛാ. കാണാതിരിക്കുന്നു ഗൈസ് എന്റെ സൗണ്ട്. അമ്മയുടെ സൗണ്ട് കേട്ടിട്ട് എനിക്ക് കുഴപ്പം തോന്നുന്നില്ല. എന്റെ ചെവിക്ക് വല്ല കുഴപ്പമുണ്ടാ? എനിക്ക് ഒരു മൂളല് ചെവിക്ക്. ആണോ? ആദ്യം സത്യത്തിൽ എവിടെ പോണ്ടെന്ന് അറിയാവോ? ആശുപത്രി ഞാൻ പോണ്ടത്. എനിക്ക് വയ്യ. അമ്മയുടെ ബാഗിന്റെ അടുത്താണ്. അമ്മയുടെ ബാഗിൽ എന്തെങ്കിലും കൊണ്ടെന്ന് നോക്കാം. കുറെ നാളായി. പണ്ട് പൈസയൊക്കെ എടുക്കുന്ന സമയത്ത് അമ്മയുടെ ബാഗ് എടുത്ത് നോക്കുമായിരുന്നു. പണ്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നേരെ ചെന്ന് അച്ഛൻ്റെ അടുത്ത് പറയത്തില്ല, നേരെ ചെന്ന് അമ്മയുടെ അടുത്താണ് ഓരോന്നൊക്കെ പറയണത്. അപ്പൊ അമ്മ പോയിട്ട് അച്ഛൻ്റെ ഇസ്കിയിട്ട് പൈസയൊക്കെ എടുത്ത് തരും. അല്ലെങ്കിൽ അമ്മയുടെ പേഴ്സിൽ എടുത്ത്. അമ്മയുടെ പേഴ്സിൽ പ്രത്യേകത വെച്ചാൽ പൈസ നൂന്നിരിക്കത്തില്ല. എല്ലാം ഇങ്ങനെ ചുരുട്ടി കൂട്ടി വെച്ചേക്കും. അത് 10 ആണെങ്കിൽ 10 രൂപയുടെ 10 നോട്ടും ചുരുട്ടി കൂട്ടി വെച്ചേക്കുമായിരിക്കും, ഓരോ നോട്ട് വെച്ചിട്ട്. അമ്മയുടെ ബാഗിൽ എന്തിനെ കൊണ്ടോ നോക്കാം കേട്ടോ നമുക്ക്. ഒന്നുമില്ലേ? ഇതെന്റെ മൈക്ക്. ആപ്പിളാ? ചേട്ടാ, ആപ്പിളൊക്കെ എടുത്ത് വെച്ചേക്കണം അമ്മ പേഴ്സില്. ഓ, ഇത് ആർക്കാന്ന് മനസ്സിലായി. ഇന്ത്യൻ ബാബു അമ്മക്ക് കാണൊക്കെ ഉണ്ട്. പൈസ കൊണ്ടാമ്മ. പിന്നെ എന്തൊക്കെയോ പേപ്പർ ഗൈസ്. KSF ചിട്ടീന്റെ സംഭവം. പൊട്ട് അതൊക്കെ നല്ല കാര്യം. പൊട്ടൊക്കെ എടുത്ത് വെക്കുന്നത് നല്ലതാ. ചീപ്പ്. ഇത് അമ്മയുടെ ഫോണ് കേട്ടാ. ഫോണൊരു പരുവായി. നമുക്കൊരു ഫോൺ മേടിക്കാം. പിന്നെ ആധാർ കാർഡ്. ഓ, അമ്മയുടെ ആധാർ കാർഡിൽ ഫോട്ടോ ഇട്ടാ. ഇതെന്താ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെടിപ്പിച്ച് ഈ ആധാർ കാർഡിന് ഫോട്ടോ എടുക്കാൻ ഓടിച്ചിട്ടുള്ള എടുപ്പായിരുന്നു. ഓടിച്ചെന്നൊരു ഭിത്തി ചാരി എടുത്തിട്ട് ഒറ്റ എടുപ്പ്. അമ്മക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട്. ലൈസൻസ്, വള, അയ്യോ, റബ്ബർ, സ്ലൈഡ്, വേറെ ഒന്നുമില്ല. ആപ്പിളായിരുന്നു മെയിൻ ഇല്ലേ? പണിഞ്ഞ കേട്ടോ ഇത് തൂക്കുവാലം. 1800 അതുവഴിയൊക്കെ വണ്ടി പോരുന്ന പണ്ട് ലോറി. അന്ന് വണ്ടി ഇല്ലായിരുന്നല്ലേ? അന്ന് പിന്നെ എന്തൊരു കിണ്ടിയായിരുന്നു. അത് വണ്ടിയല്ലേ പിന്നെ? അപ്പൊ ഈ ചരക്ക് സാധനങ്ങളൊക്കെ ഇത് തമിഴ്നാട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ടായിരുന്നല്ലേ? അച്ഛനൊന്നും അറിയത്തില്ല ഈ ഐതിഹ്യത്തെ പറ്റിയൊന്നും. ഐതിഹ്യമല്ലല്ലോ, ഹിസ്റ്ററി. അല്ല, ഇത് പണിഞ്ഞു കഴിഞ്ഞതിന് ശേഷം എത്രയോ ആനെ നടത്തിച്ചാണ് ഉദ്ഘാടനം ചെയ്തത് എന്നൊക്കെ പറയുന്നത്. അത് ഉണ്ടാക്കിയ ആള് താഴെ പോയി നിന്നു.
ഈ ആറ്റിന്റെ താഴെ പോയി നിന്നെന്നോ എത്രയോ ആനയെ കൊണ്ട് നടത്തിച്ചെന്നോ അതിന്റെ ബലം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്. ഇത് മറ്റേ ഇല്ല ബ്രിട്ടീഷുകാരല്ലേ പണിഞ്ഞത്. അങ്ങനെയൊക്കെ എന്തൊക്കെയോ കഥകളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എനിക്ക് എല്ലാവരും ഊഹാപോഹോ, പിന്നെ കുറച്ചെന്റെ കയ്യിലൂടെ അങ്ങനെ ആകുമ്പോ ഒരു സ്റ്റോറിയും ക്രിയേറ്റ് ആവും. ഈ വണ്ടിയിൽ എണ്ണ അടിക്കുന്ന ഇഷ്ടമല്ല, പൈസ പോകും. എനിക്ക് ഇഷ്ടമല്ല. നടക്കാൻ ഇഷ്ടമാണ്. അത് ഞങ്ങളൊരു കോടാട്ടോ. ഇപ്പൊ മറ്റേ പെട്രോളിന്റെ വണ്ടിയുണ്ട്, ഡീസലിന്റെ വണ്ടിയുണ്ട്, മറ്റേ ഇലക്ട്രിക്കലുണ്ട്. അപ്പൊ എല്ലാ വണ്ടികളും വേണം. കൽക്കരി വെച്ച് ഓടുന്നൊരു വണ്ടി, മറ്റേ കൂകിപ്പായും തീവണ്ടി, ചുക്കുട് തീവണ്ടി. അടിപൊളി. ഇപ്പൊ പറഞ്ഞാലേ ഞാൻ ഒന്നും പറഞ്ഞില്ല. അമ്മ ഉദ്ദേശിച്ചത് മറ്റേ വിറവൊക്കെ കത്തിക്കുമ്പോ കിട്ടൂലേ ചാരം, അതാണ് കൽക്കരി. ഗ്രില്ലടിക്കുന്നതല്ലേ? അതല്ല, ഈ പെട്രോളിയത്തിൽ നിന്ന് വേർതിരിക്കുന്നതാണ് കൽക്കരി. ഹേ ഗൈസ്, ഞങ്ങള് വന്ന വഴിക്ക് ഒരു അടിപൊളി ഒരു ഊഞ്ഞാലുണ്ട് കേട്ടോ. അപ്പൊ അമ്മയ്ക്ക് ഒരു ആഗ്രഹം ഊഞ്ഞാലൊന്ന് ആടാൻ തോന്നാ. ഊഞ്ഞാല് കണ്ടിട്ട് വ്യൂ നോക്കിയാ ഭയങ്കര സൂപ്പർ. അമ്മ ഓടുന്നു. ആ താഴെ വെള്ളോടാ, പൊട്ടിയാൽ വെള്ളത്തിൽ വീഴും. അയ്യേ ചാണായി. ആ കാല് പോയി കഴിയിട്ടോ. ഞാൻ ചാണാത്തി ചവിട്ടി ഞാൻ കഴുകിട്ട് വരാം. അമ്മയെ ഊഞ്ഞാലാട്ടാൻ കേട്ടാ. ചാണാത്തി ഞാൻ ചാണാത്തി ചവിട്ടി. ഞാൻ ചവിട്ടി അങ്ങ് പൊതഞ്ഞു പോയമ്മ. പിന്നെ കഴുകി കേട്ടോ. താഴെ തോടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇനി താഴെ കുഴി പോലെ വെച്ചു. താഴെ പോ, നീ വീഴല്ലേ. അടിപൊളിയടാ. നീ വീഴും. ഞാൻ വീഴുന്നില്ല. ഹലോ. ആ അടിപൊളി. പറന്ന് പോണോ അമ്മ. നിന്റെ അച്ഛനെ കൊണ്ടാട്ടിയത്. എന്റെ മുണ്ട കഴിഞ്ഞ് പോകുമെന്തോ. അമ്മയും കൂടി ഇരുന്നോ? ഞാനും അമ്മയും കൂടി ഇരുന്ന് ആടാൻ പോട്ടെ. അച്ഛൻ തള്ളും. ദൈവമേ പൊട്ടിയ തോട്ടി. ആട്ടം പോരാ മോനെ, ആട്ടം പോരാ. അച്ഛൻ വെക്കാറ് താഴെ താഴെ തോട്ടി കിടക്കുക. അങ്ങനെ വീഴ, അങ്ങനെ വീഴ്, വീഴ്. കൊള്ള കേട്ടോ. നല്ല കാറ്റല്ലേ? നല്ല കാറ്റ്. ആ ചരിഞ്ഞു പോന്നു. ഇതെന്തോ ഇങ്ങനെ ചരിഞ്ഞാടുന്നേ. കൊള്ളാം കേട്ടാ, അടിപൊളി. നമ്മള് വണ്ടിയിൽ പോയപ്പോ ഈ ഒരു ഊഞ്ഞാല് കണ്ടപ്പോഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി ആഗ്രഹം ആടണം. നമ്മൾക്ക് ഈ ഊഞ്ഞാലാട്ടോ. വലിയ കയറായിട്ടേക്കുന്നത്. വലിയൊരു കയറായിട്ടേക്കുന്നത്. ഞാൻ ചാണകത്തിനെ ചവിട്ടിപ്പുള്ളി. പോരെ, ഇറങ്ങാം. ഓക്കെ, പിടിച്ച വണ്ടി. ബ്രേക്ക് 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 ബ്രേക്ക്. ചേട്ടൻ കയറിയിരുന്നു നാട്ടിത്തരാം. എന്റെ പൊന്ന് 100 കിലോയാ. മുണ്ടൊക്കെ നേരെ എടുത്തോ, അല്ലെ ഊഞ്ഞാലിന്റെ കൂടെ അതും കൂടെ പറഞ്ഞു പോകും. അക്കരെ കൂടെ വണ്ടി പോകുന്നുണ്ട്. മുണ്ടൊതുക്കി. ഓയ് വീഴും 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 വീഴും. ഇത് മറ്റില്ല ജംബോ സർക്കസിലൊക്കെ ആൾക്കാർ വരുന്ന കാണിക്കില്ല. അതൊക്കെ തിരിഞ്ഞാട്ട് അങ്ങനെ അടിപൊളി കാണിക്കണം എന്തോ. അപ്പൊ കൂവൊക്കെ അടിപൊളിയാ. ഇങ്ങനെ ആടാനാ സൂപ്പർ ഏട്ടാ. ഇഷ്ടപ്പെട്ടു കേട്ടോ, കൊള്ളാം. ഇവിടെ ഫുള്ള് ചാണാനാട്ടോ. പിന്നെ ഒരു കാര്യം, ഇത് ഇതാടാ എന്തുവാ ശുദ്ധിയുള്ള സാധനമല്ലേ ചാണാനേ. എന്നാ കുറച്ച് വാരി തല വെച്ചോ. പോവാം ഗൈസ്, ലെറ്റ്സ് ഗോ. ഞാൻ ഇതുവരെ ഒരു ആനയൊന്നും കണ്ടിട്ടില്ല റോഡിൽ ഇറങ്ങിയിരിക്കുന്നത്. കാണണമെന്നുണ്ട്, പക്ഷെ സാധിച്ചിട്ടില്ല. അതിനുള്ള ഭാഗ്യം ഇന്നുണ്ടാവട്ടെ. കുടി എതുമേ ഇല്ലേ ഇങ്ങെല്ലാം ആൾ இருக்கப்பா நிறைய இருக்கு. அண்ணாச்சி மூடோட் இந்த காடு பக்கமா எவ்வளவு வாட்டி நீங்க வந்திருக்கீங்க? நிறைய வாட்டி. நீங்க எதுக்கு இந்த காட்டுக்குள்ள வரணும்? நான் வந்து இந்த வழிதான் போகுது. தமிழ்நாட்டுல தமிழ் தான், சுத்தமான தமிழ். ஆமா. நீங்க ஜேசிபி எடுத்துட்டு உங்களுக்கு வந்து தெரியாதுல்ல. புரிய மடக்கு என்ன? புரிய மடக்கு. அது எனக்கு தெரியாது. இது ஏதோ கெட்ட வார்த்தையா இல்ல. சொன்ன தெரியலையா? சொன்ன தெரியலையா? புரியலையான்னு கேட்டேன். என்ன அது வந்து மலையாளம் போயிடுச்சு. இருந்தாலும் பரவாயில்ல.
അതെല്ലാം മണ്ടത്തരവാ പറഞ്ഞോ. ഇത് പിന്നെ ശുദ്ധമായ നല്ല അടിപൊളി തമിഴാണെന്നാണ് വിചാരിച്ചോണ്ടിരിക്കുന്നത്. എല്ലാം മണ്ടത്തരവാ. എതുക്ക് നീங்க சிரிக்கிறீங்க? ஜேசிபி வாடகைக்கு தான் கேட்டேன். ஜேசிபி எல்லாம் எடுத்துட்டு இந்த வழி தேடதுக்கு போனேன். பாதை இந்த வழிதான். அந்த ஆரியங்காவு தெம்மல ரோடு இல்லையா, அன்னைக்கு வந்து வேலை நடக்குது ரோடுக்கு. ரோடு பிளாக் ஆயிடுச்சு. அது வந்து காலையில அதிகாலையில ஒரு ரேடியோ ஆஃப் பண்ணுங்க. இல்ல முடியல. தொட்டப்பேட்ட ஸ்ரீனிவாச அல்லரி நாகேந்திர விஜயவாட இது முடிச்சதுக்கு அப்புறம் தான் சொல்ல முடியும். எந்த தமிழக்கையாது இந்த கன்றாவியான தமிழை பேசிட்டு இருக்கீங்க நீங்க. அடேங்கப்பா, அடே கொய்யால கையால செருப்பு பிடிங்க. தமிழ் வந்து எல்லாருக்குமே தெரியும். ரொம்ப நல்லா நான் தமிழ் பேசுவேன். தமிழ் ஊர்ல இறக்கி விட்டா போதும், அப்படி எல்லாருமே நம்ம நண்பர்கள் தான். അമ്മ നീങ്ക തമിഴില് 2 വാർത്ത പേസുമ്പോ അമ്മക്ക് പിന്നെ സ്വന്തമായിട്ടുള്ള ലിപിയാണ്. എന്താ മൂഞ്ചിലേ പാரு നീ എപ്പടിയാ തമിഴ് പേശ ചൊല്ലുവേ. അമ്മ ഇല്ല കറക്റ്റില്ല പാട്ടിമാരൊരു സ്റ്റൈലേക്ക് വരും. ആണപ്പാവി अविध्यानामन्तस्तिमिरामिहिरद्वीपनगिरे जदनं चैतन्यस्तवकं करन्दश्रुतिजरे दरिद्राना चिन्तामणि कुलनिका जन्मजलधो निमग्नानं धंष्ट्रा मुररिपुवराहस्य भवति आत्मा रामानन्दरमण अच्युत केशव हरिनारायण आत्मा रामानन्दरमण अच्युत केशव हरिनारायण आत्मा रामानन्दरमण अच्युत केशव ഹരിനാരായണ. ഗായ്സ്, അപ്പൊ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് ഇങ്ങോട്ടായി കേട്ടോ. നല്ല വിശപ്പ്. ഇവിടെ അങ്ങ് ഒരൊറ്റ കട പോലും ഇല്ല. അമ്മ വേണ്ട മാഗി സാധനം എല്ലാം എടുത്തോണ്ട് കുക്ക് ചെയ്യാൻ പോവാ കേട്ടോ. ഇവിടെ ചെറിയൊരു വെയിറ്റിംഗ് ഷെഡ് പോലത്തെ സംഭവം ഉണ്ട്. നമുക്ക് ഇവിടെ വെച്ച് എന്തെങ്കിലും കുക്ക് ചെയ്യാം. നമ്മളെ അടുക്കള കിച്ചൺ. നമ്മളെ ഗ്യാസും കാര്യങ്ങളെല്ലാം അമ്മ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നു. അമ്മ ഫുൾ പ്ലാൻഡ് ആയിട്ടാണ് വന്നത്. അമ്മയ്ക്ക് അറിയായിരുന്നല്ലേ ഇവിടെ ഒന്നും കിട്ടത്തില്ലെന്ന്. നമ്മൾ എപ്പോഴാ കഴിച്ചത്? ഞാൻ 11 മണി കണ്ടായപ്പോഴേ ചോറ് കഴിച്ചു. അപ്പോ ഇവിടെ തന്നെ സമാധിയാവും എന്തോ ഞാൻ. അവിടെ ചെറിയൊരു ചായക്കട മാത്രമേ ഉള്ളൂ. അവിടെ വേറെ കഴിക്കാനായിട്ട് വേറെ സംഭവമൊന്നുമില്ല. ഇപ്പൊ നമ്മള് കുക്ക് ചെയ്യാണ് സുഹൃത്തുക്കളെ. ഇപ്പൊ ഇത് തന്നെ വെക്കുന്നത് എന്റെ അച്ഛനൊക്കെ വിശന്ന് എപ്പോഴേ വണ്ടിക്കകത്ത് അതോ കാടിന്റെ കീഴിൽ എങ്ങനെ നിർത്തും നമ്മള്? അതെങ്ങനെ ആനയൊക്കെ ഇറങ്ങി വരൂലേ? ആ ഭാഗത്തൊക്കെ മറ്റേ കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് അച്ഛാ. വെറുത്ത് കമ്പി ഇട്ടിട്ടുണ്ട്. ചെന്നൊന്ന് പിടിച്ചു നോക്കിയാണ് അച്ഛാ. കറണ്ടോട്ടാന്നറിയാം. ഞാൻ പ്ലാൻ ചെയ്ത് എവിടെയാണെന്നറിയാമോ? ആ ഊഞ്ഞാലാടിയ സ്ഥലമല്ലേ? അവിടെ ഈ ഒരു സെറ്റപ്പ് ഇട്ടതില്ല. സ്ലാവ് ഒന്നും കിട്ടത്തില്ല. ഇരിക്കാനുള്ള സെറ്റപ്പില്ല. അതുപോലെ ചാണാനുണ്ടച്ചാ. ഞാൻ ചവിട്ടിയില്ലേ ചാണാനുണ്ട്. ഞാൻ ചവിട്ടിയിട്ടുണ്ടല്ലോ, അങ്ങ് താന്നങ്ങ് പോയി. ഒരു ലോഡ് ഉണ്ടായിരുന്നു. ഞാൻ ഭാഗ്യമല്ല മുണ്ടി കുറച്ചേ പറ്റിയുള്ളൂ. ശരിയേ പറ്റുള്ളൂ. പിന്നെ താഴെ തോടും കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോഴേ പോയി കഴുകി. ബാക്കി പാത്രം എല്ലാം എടുത്തില്ലേ, പ്ലേറ്റ് എടുത്തില്ല. വാഴയിലുണ്ടോ അച്ഛാ? മറ്റേ വട്ടയിലാണോ വെച്ചാ അവിടെ കൊടുത്തില്ലോ? ആ അവിടെ വാഴയിലുണ്ട് കേട്ടോ. നമ്മൾ പ്ലേറ്റ് കൊണ്ടുവന്നില്ല, അതുകൊണ്ട് വാഴയില പറിച്ചിട്ട് കഴിക്കാം നമുക്ക്. ഇത് എർത്ത് കമ്പിയാട്ടോ. അച്ഛൻ ഒന്ന് തൊട്ടു നോക്കച്ചാ. കറണ്ടൊന്നും കാണത്തില്ല. അച്ഛ ഇത് ആനയ്ക്കേ ഷോക്ക് അടിക്കത്തുള്ളൂ, അച്ഛന് ഷോക്ക് അടിക്കത്തില്ല. എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. സത്യമായിട്ട് ഞാൻ ഉച്ചയ്ക്ക് ആ സാമ്പാറും ചോറും കഴിച്ചത്. ഞാൻ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. തട്ട് തട്ട് തട്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കുമ്പോ ഒരു വൈബായിരിക്കും. എണ്ണാക്കി തട്ടിക്കത്. ചൂടൊന്നുമില്ല, വെള്ളത്തേ ഉള്ളൂ. ഫോർക്കിട്ട് ഇങ്ങനെ കറക്കി കറക്കി. ലേറ്റായോണ്ടേ ഇനി അങ്ങോട്ട് കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ പുല്ലൂരോണം. ഇപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ബാക്കി കുറച്ച് മാഗി വന്നത് നായ്ക്കുട്ടിക്ക് കൊടുത്തു കേട്ടോ. അതിന്റെ സ്നേഹമാണ് നായ്ക്കുട്ടി കാണിക്കുന്നത്. സ്നേഹം കാണിക്കുന്ന നായ്ക്കുട്ടി. പാലാട്ട്
എന്നിട്ട് വേറെന്തോ നോക്കിയിരിക്കുന്ന അച്ഛാ തക്കോടിയും കഴിച്ചിട്ടെ നമ്മ കൊണ്ടുവരേനെ. ഇത് മറ്റേ രാജപാളയാണോ അച്ഛാ? ഏയ് നാടൻ പട്ടി. നാടനാ ഇത്? രാജപാളയോ അച്ഛാ? അതിന്റെ വാല് ഇരിക്കുന്നുണ്ട, ചുരുണ്ടിരിക്കുന്നുണ്ട്, അത് രാജപാളയോ അത്. ഇനി തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ വീട്ടിൽ എത്തിയിട്ട് വരാം. എന്നാ വഴിക്ക് വേണ്ടേ മ്ലാവിനെ കണ്ട കേട്ടോ. മ്ലാവാണോ മാവാണോ അച്ഛാ? മാവല്ലല്ലേ, മാനാണോ ഇത്? മ്ലാവ് എന്തോ സംഭവം കേട്ടോ. അത് കാട്ടിക്കൂടെ ഇറങ്ങിപ്പോയി. അയ്യോ, ഞാൻ കാട്ടിക്കൂടെ വന്നിട്ട് ഒരൊറ്റ സാധനത്തിന് ഇന്നുവരെ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് ഒരു മ്ലാവിനെങ്കിലും കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ ആനയെ കാണണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എന്നാലും കുഴപ്പമില്ല, മ്ലാവിനെങ്കിലും കണ്ടു മതി, സന്തോഷം. ഹേ ഗായ്സ്, അപ്പൊ നമ്മൾ വീട്ടിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സമയം ഏതാണ്ട് 11 മണി എങ്ങാണ്ടായിട്ടുണ്ടല്ലേ മാ? ഈ പൂജയ്ക്ക് പോയതിനെക്കാട്ടി നല്ലൊരു വൺ ഡേ ട്രിപ്പ് ആയിരുന്നു. എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തിരിച്ചു വന്ന വഴിക്ക് ഞങ്ങൾ മ്ലാവിനെയൊക്കെ കണ്ടു. പിന്നെ നമ്മൾ തിരിച്ചു വന്ന വഴിക്ക് മാഗിയൊക്കെ വെച്ച് കൊള്ളായിരുന്നല്ലേ, മൊത്തം നല്ല രസമായിരുന്നല്ലേ ഇന്നത്തെ ദിവസം. അതൊരു ബസ് സ്റ്റോപ്പിലായിരുന്നു. ഞാൻ ചാണാത്തി ചവിട്ടി. മൊത്തത്തിൽ നല്ലൊരു വൈബ് ദിവസമായിരുന്നു. ആ ഊഞ്ഞാല കണ്ടില്ലേ, അടിപൊളിയായിരുന്നു. അത് മാത്രമല്ല അമ്പലത്തിന് നല്ല തിരക്കായിരുന്നു. ഇത്രയും തിരക്കായിട്ട് കൂടിയും പൂജാരി ഇറങ്ങി വന്ന് നമുക്ക് വണ്ടിയും കാര്യങ്ങളെല്ലാം പൂജിച്ച് തന്നു. സോ ഹാപ്പി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.